നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയായ TCS, ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇപ്പോൾ 2 റിക്രൂട്ട്മെന്റുകൾ ഫ്രഷേഴ്സിന് വേണ്ടി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഓർക്കുക, 2025 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 26 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുമായിരിക്കും അവസരങ്ങൾ. ഈ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓർക്കുക, ഇപ്പോൾ കുറേ മൾട്ടിനാഷണൽ കമ്പനികളിലെ റിക്രൂട്ട്മെന്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബ് ചാനലിൽ തന്നെ ആക്സെഞ്ചർ എന്ന പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ കൊഗ്നിസന്റിലേക്കൊക്കെയുള്ള പല റിക്രൂട്ട്മെന്റുകളും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ, പ്രത്യേകിച്ച് 2020 മുതലൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ ആ വീഡിയോകൾ കണ്ട് ആ അവസരങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ TCSൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ അതൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഇതിന് നിങ്ങൾ എലിജിബിൾ അല്ല, എന്നാൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എലിജിബിൾ ആണെങ്കിൽ ദയവ് ചെയ്ത് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു അവസരം അവർക്ക് ഉപയോഗപ്രദമാകട്ടെ. പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ IT കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് വളരെ കുറഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെ വീണ് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇതാ നോക്കുക, TCSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും സ്മാർട്ട് മൈൻഡ്സ് ഇഗ്നൈറ്റ് ഇന്നോവേറ്റീവ് ഫ്യൂച്ചേഴ്സ്, TCS സ്മാർട്ട് ആൻഡ് ഇഗ്നൈറ്റ് ഹയറിംഗ് 2025-2026. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് 11 ജാനുവരി 2026 വരെ ഇതിന് അപ്ലൈ ചെയ്യാം. ടെസ്റ്റ് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല, പിന്നാലെ രജിസ്റ്റർ ചെയ്തവരെ അറിയിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാ നോക്കുക, 2 ഹയറിംഗ് ആണ് ഒന്നിച്ച് നടക്കുന്നത്. TCS ഇഗ്നൈറ്റ് ആൻഡ് സ്മാർട്ട് ഹയറിംഗ്. ഇഗ്നൈറ്റ് ഹയറിംഗ് ഉണ്ട്, സ്മാർട്ട് ഹയറിംഗ് ഉണ്ട്. 2025-26 ബാച്ചിനേക്ക് വേണ്ടിയിട്ടുള്ള ഹയറിംഗ് ആണ്. ഇതിൻ്റെ എലിജിബിലിറ്റിയിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് ഈ 2 ഹയറിംഗിൻ്റെയും ഫീച്ചേഴ്സ് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. TCS ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു ഹയറിംഗ് ഉണ്ട്, TCS സ്മാർട്ട് ഉണ്ട്. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ്, ഡേറ്റ അനലിറ്റിക്സ്, എഞ്ചിനീയറിങ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്കുള്ള ഹയറിംഗ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ TCS ഇഗ്നൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് കുറേയും കൂടെ സ്പെഷ്യാലിറ്റികളുള്ളതായിട്ട് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കോമ്പൻസേഷൻ പാക്കേജ് അത് ഏതാണ്ട് 1-2 വർഷം കൊണ്ട് ഇപ്പോൾ ഓഫർ ചെയ്യുന്നതിലും 2.5 ഇരട്ടി വരെ കൂടാൻ സാധ്യതകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വേൾഡ് ക്ലാസ് ഇനീഷ്യൽ ലേണിംഗ് പ്രോഗ്രാം, ഇനീഷ്യലി നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് ഇവർ നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രോഗ്രാംസ് ഗ്ലോബലി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പം ഇവരിവിടെ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ബ്ലോക്ക് ചെയിൻ ഉണ്ട്, AR VR XR ഉണ്ട്, AI ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്, ജനറേറ്റീവ് AI ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. പിന്നെ ഹയർ സ്റ്റഡി ഓപ്പർച്യൂണിറ്റി, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇവർ നൽകുന്നുണ്ട്. അത് കൃത്യമായിട്ട് അവരെ സൂചിപ്പിച്ചിട്ടില്ല. വിപ്രോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ തന്നെ MTech ഡിഗ്രിക്കാർക്ക് പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഫർദർ സ്റ്റഡീസ് ത്രൂ ക്യൂറേറ്റഡ് PG പ്രോഗ്രാംസ് ഫ്രം ടോപ്പ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG പഠിക്കാനുള്ള അവസരമാണ്. അവിടെ TCS കോൺട്രിബ്യൂട്ട്സ് 50% ടുവേർഡ്സ് അക്കാഡമിക് ക്രെഡിറ്റ് എന്നൊക്കെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പം 2 ഹയറിംഗ് ആണ്, TCS ഇഗ്നൈറ്റ്, TCS സ്മാർട്ട്. ഇനി നമുക്ക് ബാക്കി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് ഞാൻ സൂചിപ്പിക്കാം. ടെസ്റ്റ് പാറ്റേൺ ഉണ്ടായതിന് മുമ്പായിട്ട് എലിജിബിലിറ്റി ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. BCAക്കാർക്കും BSCക്കാർക്കായിരിക്കും അവസരങ്ങളുള്ളത്. BCA BSCയിൽ തന്നെ IT, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഡേറ്റാ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോ കെമിസ്ട്രി. അതേപോലെ ബിവോക്കുകാരെ കമ്പ്യൂട്ടർ സയൻസ്, IT വിഷയങ്ങളിൽ ബിവോക്ക് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഓർക്കുക, 2025 ഈ കോഴ്സ് കഴിഞ്ഞവരും 26 കഴിയാൻ പോകുന്നവർക്കുമായിരിക്കും അവസരങ്ങളുള്ളത്. അപ്പം ഒരിക്കൽ കൂടി എലിജിബിലിറ്റി ഞാനൊന്ന് സൂചിപ്പിക്കാം. BCA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ ബിവോക്ക്. BSc ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ മാത്സ്, ഡേറ്റാ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോ കെമിസ്ട്രി വിഷയങ്ങളിൽ.
ബിവോക്ക് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് IT രണ്ടിലും 2025 കഴിഞ്ഞവരോ 26 കഴിഞ്ഞവരോ ആയിരിക്കും എലിജിബിൾ ആവുക. 50% മാർക്സ് 10th-ലും 12th-ലും ഒക്കെ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ലോഗ്സ് 2025 കഴിഞ്ഞവരാണെങ്കിൽ ബാക്ക്ലോഗ്സ് ആക്റ്റീവായിട്ടൊന്നും കാണില്ല. 26 കഴിയാൻ പോകുന്നവരാണെങ്കിൽ ഒരു ബാക്ക്ലോഗ്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി അവരെ ഏജ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം എന്നുള്ളത്. ബാക്കി വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും സെലക്ഷന്? ടെസ്റ്റ് പാറ്റേൺ ഇവിടെ നൽകുന്നുണ്ട്. ആദ്യം രണ്ടിനും ഈ TCS ഇഗ്നൈറ്റിനും സ്മാർട്ടിലും രണ്ടും ആദ്യം ഒരു ടെസ്റ്റ് ആയിരിക്കും. ഇത് നൽകുന്നത് TCS അയണിലൂടെ ആയിരിക്കും ഈ ടെസ്റ്റ് നടക്കുക. അവരായിരിക്കും ടെസ്റ്റ് പ്രൊവൈഡർ. TCSന്റെ തന്നെ ഒരു സബ്സിഡറി കമ്പനിയാണ്. അപ്പോൾ അവിടെ ആയിരിക്കും ടെസ്റ്റ് നടക്കുക. അതെങ്ങനെയായിരിക്കും? അത് വളരെ പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, ഞാൻ സൂചിപ്പിക്കാം. അപ്പം നിങ്ങൾ നേരിട്ട് പോയിട്ട് ഈ ടെസ്റ്റ് എഴുതണം. 4 സെഷനുള്ള 120 മിനിറ്റ്സ് 2 മണിക്കൂറിൻ്റെ പരീക്ഷയായിരിക്കും. അവിടെ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, വേർബൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് ഉണ്ട്, കോഡിങ് ഓപ്ഷനിലാണ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. അതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ ഇവിടെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. പിന്നെ ഹയറിംഗ് കാറ്റഗറി ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. നമ്മൾ ഇഗ്നൈറ്റും ഉണ്ട്, സ്മാർട്ടും ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് FAQയിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ 2025-ലോ 26-ലോ കഴിഞ്ഞവരാണെങ്കിൽ, പ്രത്യേകിച്ച് BSc, ബിവോക്ക്, BCA, അവർക്ക് ആക്സെഞ്ചറിലേക്കുള്ള ഈ റിക്രൂട്ട്മെന്റുകളും കൊഗ്നിസന്റിലേക്കും ഒക്കെ ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റുകൾ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്, താല്പര്യമുള്ളവർ അതും കൂടി പരിശോധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് വളരെയധികം ശ്രദ്ധ കൊടുക്കണം. എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക? ഓരോ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ പ്രോസസ്സ്. ആദ്യം നിങ്ങൾ TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോകണം. അതിൻ്റെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ TCS നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ഒക്കെ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യണം. ആദ്യമായിട്ടാണ് TCS സൈറ്റിൽ വരുന്നത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ രജിസ്റ്റർ നൗവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാറ്റഗറി IT എന്നുള്ളതായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. 2 ഓപ്ഷനാണ് സാറിന് അതിൽ കൊടുക്കുക. ഒന്ന് IT, മറ്റൊന്ന് BPS ഹയറിംഗ് ഓൾറെഡി നേരത്തെ കഴിഞ്ഞിരുന്നു. BComകാർക്ക്, BA-കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള BPS ഹയറിംഗ്. ഇപ്പം IT-കാർക്ക് വേണ്ടിയുള്ള ഹയറിംഗ് ആണ്. അതുകൊണ്ട് അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് കാറ്റഗറി IT എന്ന് കൊടുക്കണം. എന്നിട്ട് അപ്ലൈ ഫോർ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അവിടെ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് ഒക്കെ, അത് അക്കാഡമിക് ഡീറ്റെയിൽസ് ഉണ്ട്, ഇന്റേൺഷിപ്പ്, വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവിടെ നൽകുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ മോഡ് എങ്ങനെയായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതുക എന്നുള്ളത്, ഇൻ സെൻറ്റർ എന്നുള്ളത് എഴുതണം. കാരണം അവർ 2-3 ഓപ്ഷൻസ് പലപ്പോഴും നൽകാറുണ്ട്. ഒന്ന് റിമോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്നോ കോളേജിൽ നിന്നോ ഒക്കെ എഴുതാം. മറ്റൊരു ഓപ്ഷനാണ് ഇൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ TCS സെൻറ്ററിൽ പോയിട്ട് വേണം പരീക്ഷ എഴുതാനായിട്ട്. ഇവിടെ അവർ ഇൻ സെൻറ്റർ മസ്റ്റായിട്ട് എടുക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. TCSന് മിക്കവാറും എല്ലാ ജില്ലകളിലും സെൻറ്റർ ഉണ്ട്. ഇപ്പം ഞാൻ കോട്ടയത്ത് നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കോട്ടയത്ത് ഏറ്റുമാനൂരിൻ്റെ അടുത്ത് തവളക്കുടിയിലാണ് ഇൻ സെൻറ്റർ ഉള്ളത്. എറണാകുളത്ത് ആലുവയിൽ അവരുടെ ഇൻ സെൻറ്റർ ഉണ്ട്. അങ്ങനെ മിക്കവാറും എല്ലാ ജില്ലകളിലും TCS അയൺ സെൻറ്റേഴ്സ് ഉണ്ട്. അതില്ലാത്തടത്ത് പലപ്പോഴും കോളേജുകളിൽ വെച്ചൊക്കെ ആയിരിക്കും ഈ ടെസ്റ്റ് നടക്കുക. എനിവേ, ഇൻ സെൻറ്റർ എന്ന ഓപ്ഷൻ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള സെൻറ്റർ കണ്ടുപിടിച്ച് അത് വേണം ഓപ്റ്റ് ചെയ്യുവാനായിട്ട്. ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ജനുവരി 11 വരെ സമയമുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുറയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇൻ സെൻറ്റർ എടുക്കുമ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള സെൻറ്റർ കിട്ടണമെന്നില്ല. പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ വരെ, വെസ്റ്റ് ബംഗാളിൽ വരെ ഒക്കെ പിള്ളേർക്ക് സെൻറ്റർ കിട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അവസാന നിമിഷങ്ങളിലേക്ക് വെക്കുന്നവർ. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണുന്ന മുറയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത്, നിങ്ങളുടെ ജില്ലയിൽ തന്നെയുള്ള സെൻറ്റർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അത് ഓപ്റ്റ് ചെയ്തിട്ട് അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ഒരിക്കൽ ടെസ്റ്റ് സെൻറ്റർ എടുത്താൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണോ എന്നറിയുവാൻ ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ പോയിട്ട് അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്ന് കണ്ടാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, TCSൽ BSc, BCA, ബിവോക്ക് 2025-26 ബാച്ചിലേക്കുള്ള
ഹയറിങ്ങിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ സൂചിപ്പിച്ചത്. ഓർക്കുക, കോഗ്നിസന്റിന്റെയും അല്ലെങ്കിൽ ആക്സെഞ്ചറിന്റെയും ഒക്കെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ആക്സെഞ്ചർ ബ്രിജേഷ് എന്നോ കോഗ്നിസന്റ് ബ്രിജേഷ് എന്നോ കൊടുത്താൽ നിങ്ങൾക്ക് ആ വീഡിയോസും കണ്ട് ആ അവസരങ്ങളും മനസ്സിലാക്കാവുന്നതാണ്. ഓർക്കുക, ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ആരെങ്കിലും ഇതിന്റെ പേരിൽ പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ എന്നുള്ള കാര്യം. അപ്പം ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഈ റിക്രൂട്ട്മെന്റിന് നിങ്ങളുടെ സുഹൃത്തുക്കൾ എലിജിബിൾ ആണെങ്കിൽ ദയവ് ചെയ്ത് അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഈ അവസരം അവരും ഉപയോഗപ്പെടുത്തട്ടെ. കാരണം ഒട്ടനവധി അവസരങ്ങൾ ഈ കമ്പനികളിൽ ലഭ്യമാണ്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഇതേപോലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി, കരിയർ അറിവുകളൊക്കെയാണ്. അതൊക്കെ ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.